ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഞാനിവിടെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നും ഞാൻ വന്നേക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മത്തി വെച്ചിട്ടുള്ള ഒരു മത്തി മസാലയാണ് ഉണ്ടാക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മത്തി ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ മത്തി മീനാണോ ചാളമീനാണോ കഴിക്കുന്നതെന്ന് തോന്നിപ്പോകും. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒന്നും വേറെ ഒന്നും വേണ്ട. ഈ മത്തി മസാല മാത്രം മതി. ചോറ് ഒരു പറ ചോറിന് വേറെ ഒന്നും വേണ്ട. കുറച്ച് മോരുകറിയും നമ്മുടെ മത്തി മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ചൊക്കെ കുശാലായി. അപ്പം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് എങ്ങനെയാണ് മത്തി മസാല ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മത്തി മസാല ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മത്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ മത്തിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം. നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ നേരം വരഞ്ഞെടുക്കുന്ന പോലെ എല്ലാ മീനും ഞാനിങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലയൊക്കെ മീനിൻ്റെ എല്ലാ വശത്തും എത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മീൻ മസാല നമുക്ക് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ ചെറിയ മീനുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നെത്തോലിയൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ചെറിയ അയിലയൊക്കെ കിട്ടുവാണെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ മീനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തവ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനെല്ലാം പറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യത്തെ ബാച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചും തിരിച്ചും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വീതം 2 വശം ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. നമ്മളിത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി വെന്ത് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാടങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സെക്കൻഡ് ബാച്ച് മീനും വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത മീൻ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു എരിവില്ലാത്ത ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ നമ്മുടെ മത്തി മസാലയ്ക്ക് അസാധ്യ ടേസ്റ്റാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് വഴണ്ട് കിട്ടുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം കൊണ്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഒരു 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ഞാൻ നേരത്തെ മീൻ വറുത്തപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
നമ്മളിത് ചിരകിയ തേങ്ങ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് മിക്സി ഉപയോഗിച്ച് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ചിരകിയ തേങ്ങ അതുപോലെ ചേർത്ത് കൊടുക്കുകയായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നമ്മൾ ആഡ് ചെയ്ത മസാലയൊന്നും പൊടിയൊന്നും കരിയാതെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടണം. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനൊരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ആ മസാലയൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട തക്കാളി. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, പച്ചവെള്ളമല്ല ഒഴിച്ചത്. അപ്പം 1-2 മിനിറ്റ് വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാലയിലിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പുരട്ടിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. മീൻ ഉടഞ്ഞു പോയാൽ പിന്നെ അത് കഴിക്കാനൊരു സെർവ് ചെയ്യാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മീനൊന്നും പൊടിയാതെ മസാലയൊക്കെ മീനിൻ്റെ മുകൾ വശത്തേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. തീ കൂട്ടാനേ പാടില്ല. നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും, അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. 1-2 മിനിറ്റ് ആ മസാലയിലൊക്കെ ഇട്ട് നമ്മുടെ മത്തി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം, വെന്ത് കിട്ടണം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു മത്തി ഒരുപാട് നേരം അങ്ങ് ഫ്രൈ ചെയ്യേണ്ട. ഈ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഈ മസാലയിലിട്ട് മത്തി ഒന്ന് കുക്കായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ലെന്ന് അന്നേരം പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മീൻ വിഭവമാണ്. ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ചെറിയ മീനുകൾ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. നെത്തോലിയൊക്കെ കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ മത്തിയുടെ സീസണാണ് ഇപ്പോൾ, എല്ലായിടത്തും ചെറിയ മത്തിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഇത് ചോറ് കഴിക്കുമ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. അത്ര നല്ലൊരു സൈഡ് ഡിഷാണിത്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു മോരുകറിയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കാം. നമ്മുടെ മത്തി മസാലയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു മോര് കാച്ചിയത് ഉണ്ടാക്കാം. മോര് കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ മോര് കാച്ചുന്ന പോലെ ഞാൻ കടുകും ജീരകവും ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇങ്ങനെ ചേർത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉലുവ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 വറ്റൽമുളക്, ഒരു പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കറിവേപ്പില ചേർക്കാൻ മറക്കരുത്. കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. നമ്മൾ ആഡ് ചെയ്ത പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടുന്നിടം വരെ നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മോര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് മോര് മിക്സിക്കകത്തിലിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്, ഹൈ ഫ്ലെയിം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മോര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡിയാണ്. നമ്മുടെ മീൻ മസാല ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. 2 നാടൻ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പം നമ്മുടെ മത്തി മസാല ഉണ്ടാക്കി നോക്കാൻ എല്ലാവരും ശ്രമിക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.